Hi friends, welcome to Craftwonders. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കലംകാരി പെയിൻറ്റിംഗ് ആണ്. കലംകാരി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലങ്ങളിലുള്ള ഒരു പെയിൻറ്റിംഗ് രീതിയാണ് കലംകാരി പെയിൻറ്റിംഗ് എന്നത്. ഇതിൻ്റെ മീനിങ് വരുന്നത് കലം എന്ന് വെച്ചാൽ പേന, കാരി എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ്മാൻഷിപ്പ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പേർഷ്യൻ വേർഡിൽ നിന്നാണ് ഈ ഒരു കലംകാരി എന്നൊരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഇത് ആദ്യമായി ചെയ്തത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള ഒരു മച്ച്ലിപട്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അവരാണിത് കൂടുതലായിട്ട് ഈ ഒരു കലംകാരി പെയിൻറ്റിങ് ചെയ്തു വരുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത് ചെയ്യണം. ഇപ്പോൾ ഗുജറാത്തിലും അതുപോലെ പല സ്ഥലത്തും ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ നമുക്ക് കലംകാരി ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാരികളും ബെഡ്ഷീറ്റും ചുരിദാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഈ കലംകാരി പെയിൻറ്റിങ് ചെയ്യുന്നത്. ഒന്ന് ശ്രീകലാഹസ്തി സ്റ്റൈലും അതുപോലെ തന്നെ രണ്ടാമത്തത് മച്ച്ലിപട്ന സ്റ്റൈൽ. ശ്രീകലാഹസ്തി സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു പുരാണങ്ങളിലുള്ള ഈ ദൈവിക കഥാപാത്രങ്ങളെയാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. മച്ച്ലിപട്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പ്രിൻറ്റിങ് രീതിയിലാണ് അവരിത് ചെയ്യുന്നത്. അവർ തന്നെ ഈ ബ്ലോക്കുകളൊക്കെ കർവ് ചെയ്ത് ഉണ്ടാക്കി ചെയ്യുന്ന രീതിയാണ് ഈ മച്ച്ലിപട്ന സ്റ്റൈലിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതലും ഈ കലംകാരി പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ദൈവിക കഥാപാത്രങ്ങൾ, അതുപോലെ പീക്കോക്ക്, ഫ്ലവർ, ലീഫ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു കലംകാരി പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കലം, അതായത് പേന കൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പേനയാണ്. അതായത് ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ കോട്ടൺ തുണി ചുറ്റിയിട്ടാണ് അവർ ഈ ഒരു പേന ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് അവർ ഈ ഔട്ട്ലൈൻ ആവട്ടെ അതുപോലെ ഫില്ലിംഗ് ആവട്ടെ ഇതൊക്കെ ചെയ്യണത് ഈ ഒരു പേന വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനിങ്ങനെ കലംകാരി എന്നൊരു പേര് വരാൻ കാരണം. പിന്നെ ഇതിന് അവരുപയോഗിക്കണമെന്ന് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഈ പെയിൻറ്റിങ് അവർ ചെയ്യുന്നത്. ഒരുപാട് നാച്ചുറൽ കളേഴ്സാണ് അവർ ഉപയോഗിക്കുക. അതിൽ വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഇതിൽ നിന്നൊക്കെ കളേഴ്സ് എടുത്തിട്ടാണ് ഇവർ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ കലംകാരി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് കലംകാരി പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു സ്റ്റൈലിൽ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ കേരള സാരിയിലൊന്ന് ഇതുപോലെ കലംകാരി പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ ചെയ്ത് നോക്കി. ഞാൻ സാരിയിൽ നിന്ന് ചെയ്തതാണ്. ഈ കലംകാരി പെയിൻറ്റിങ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മധുബാനി പെയിൻറ്റിങ്ങുമായിട്ടൊരു ചെറിയ സാമ്യം തോന്നും. കാരണം മധുബാനി പെയിൻറ്റിങ്ങിൽ കൂടുതലും ലൈൻസും ഡോട്ട്സും ഒക്കെ നമുക്ക് കാണാം. ഇതിലും അതുപോലെ വരുന്നുണ്ട്. പക്ഷെ മധുബാനി പെയിൻറ്റിങ്ങിൻ്റെ അത്രത്തോളം ഡീറ്റെയിൽ വർക്കുകളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഡിങ്ങുകളില്ല. നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് മധുബാനി പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മധുബാനി പെയിൻറ്റിങ് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണാം. ഒരു ജാക്കറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തത് ഭയങ്കര ഈസിയാണ്, വളരെ ഈസിയാണ്. ഈ ഒരു പിക്ചറൊക്കെ നമുക്ക് കലംകാരി പെയിൻറ്റിങ്ങിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കലംകാരി പെയിൻറ്റിങ് കലമില്ലാതെ എങ്ങനെയാണ് കലംകാരി പെയിൻറ്റിങ് ചെയ്യാതെ നമുക്ക് നോക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ അതേ മെത്തേഡിലൊന്നും ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റൈലൊന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.
കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. ഇതിന് പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലൊക്കെ ഡിസൈൻ ചെയ്ത് കലങ്കാരി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാമല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അത് അമർത്തുക. ഒപ്പം ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട്